ശ്രീ KVS ഹരിദാസ്, നാളത്തെ കേരളത്തിന്റെ ഈ പറയുന്ന രൂപത്തിലുള്ള സമരം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അതോ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ എന്താണ് നൽകുന്ന സൂചന? നിങ്ങളിൽ നിന്ന് ഒരു അഭ്യർത്ഥനയുമായി വരുന്നു, കേരളത്തിന് അർഹതപ്പെട്ടത് തരണേ തരണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരർത്ഥത്തിൽ ഒരു യാചക സമരത്തിന്റെ സ്വഭാവത്തിൽ അങ്ങനെയുള്ള ഒരു നിലപാട്, അത്രയും ദുർബലമായ ഒരു ശബ്ദമാണ് മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് വരുന്നത് എന്നിപ്പോ BRM ഷഫീറും പറയുകയാണ്. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും നടത്തുന്ന ഒരു വലിയ സമരം അതുകൾ കണ്ടില്ലെന്നടിക്കരുത്. എംപിമാരും മാത്രമല്ല, കേരളമാകെ നാളെ കേന്ദ്രത്തിനെതിരെ അണിനിരക്കുകയാണ്. ശരി, നടക്കട്ടെ. കോൺഗ്രസ് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രീ KVS, കർണാടകത്തിൽ വരുത്താ പറഞ്ഞത് കേരളത്തിന് അതേ വികാരം. കർണാടക മുഖ്യമന്ത്രി കാണാൻ കഴിയില്ല. പ്രകാശ് മാഷ വരാം അങ്ങയിലേക്ക്. ശ്രീ KVS, ആയിക്കോട്ടെ. അല്ല വേണുയോ, ഈ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു സംസ്ഥാനത്തെ തച്ച് തകർത്തു, അവരും അക്ഷരാർത്ഥത്തിൽ കടക്കണിയിലാക്കി. ഇനി ഇവർക്ക് എന്താ ചെയ്യുക? അതും കഴിഞ്ഞിട്ട് സുപ്രീം കോടതി കൊണ്ട് ഒരു ഹർജിയും കൊടുത്തു. സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ തീർപ്പാക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ചുമതലയും ബാധ്യതയും ഇവർക്കില്ലേ? എന്നിട്ട് ഡൽഹിയിൽ പോയി സമരം നടത്തുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണോ, കോടതിയെ ബോധ്യപ്പെടുത്താനാണോ? അങ്ങനെയാണെങ്കിൽ ഇവർ ജന്തർ മന്ദിറിൽ നിന്ന് പ്രകടനം നടത്തേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതി ഹർജി പരിഗണിച്ച സമയത്ത് നടത്തിയ നിരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? കേന്ദ്ര സർക്കാർ വളരെ വിശദമായ ഒരു സത്യവാങ്മൂലവും കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കോടതി തീർപ്പാക്കട്ടെ. കോടതി തീർപ്പാക്കുന്നവരെ കാത്തിരിക്കാനുള്ള സാമാന്യ മര്യാദ. ഇപ്പൊ ഞാനും നിങ്ങളുമൊക്കെ കോടതിയിൽ ഒരു ഹർജിയുമായിട്ട് പോയാൽ അതിൽ തീർപ്പാക്കുന്നത് വരെ കാത്തിരിക്കാതെ പോരാട്ടി നാടകം കളിക്കുകയാണോ ചെയ്യുന്നേ? ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്നത് അത്തരത്തിലുള്ള നാടകമല്ലേ, രാഷ്ട്രീയ നാടകമല്ലേ? ഇവർക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. വസ്തുതകൾ ഇവർക്ക് അറിയാം. നയ പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ല എന്ന് ഇവർക്കറിയാം. വേണൊരു കാര്യം മറക്കരുത്, ഇന്നലെയാണോ മിനിയാന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ ഇടുക്കി MP കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഒരു മറുപടി കൊടുത്തു ലോകസഭയിൽ. ഇവർ പറയുന്ന 55,000-ന്റെയും 60,000-ന്റെയും ഒക്കെ കണക്കാ ചോദിച്ചത്. ഒരു നയ പൈസ കേന്ദ്രം കേരളത്തിന് ഇനി കൊടുക്കാനില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ധനകാര്യമന്ത്രിയും ഇക്കാര്യം ആവർത്തിച്ചു. ഇവര് അങ്ങനെയാണെങ്കിൽ ഈ ധനകാര്യമന്ത്രിക്കും ധനകാര്യ സഹമന്ത്രിക്കും എതിരെ പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യട്ടെ, അവർ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണെങ്കിൽ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാൻ വേണു. ഇവർ ഈ 55,000-ന്റെയും 60,000-ന്റെയും ഒക്കെ കോടികളുടെ കണക്ക് പറയുന്നുണ്ടല്ലോ. ഇത്രയും പൈസ കിട്ടാനുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരു കത്ത് അയച്ചിട്ടുണ്ടോ പ്രധാനമന്ത്രിക്കോ ധനകാര്യമന്ത്രിക്കോ? നമ്മുടെ ധനകാര്യമന്ത്രി ഒരു കത്ത് അയച്ചിട്ടുണ്ടോ കേന്ദ്രത്തിന്? ഞങ്ങൾക്ക് ഇന്ന വകയിൽ ഇത്ര പൈസ, ഈ 55,000-ന്റെ കണക്ക് തന്നെ വെച്ചോളൂ. എവിടെ കത്ത് അയച്ചിട്ടുണ്ടോ? ആ കത്തുണ്ടെങ്കിൽ അവര് പബ്ലിക് ഡൊമൈനിൽ വെക്കട്ടെ. ഇതുവരെ കത്ത് എഴുതിയിട്ടില്ല. അല്ലല്ല, ഈ 53,000 കോടി എന്ന ഒരു രൊക്കക്കണക്കിന്റെ കത്ത് അയച്ചിട്ടുണ്ടാകില്ലായിരിക്കാം, കാരണം അങ്ങനെയല്ല അത് അവതരിപ്പിക്കേണ്ടത്. പക്ഷെ കേന്ദ്ര ധനമന്ത്രിക്ക് കത്ത് അയച്ചിട്ടുണ്ട്. ബാലഗോപാലിനെ അങ്ങ് വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് വിശ്വസിക്കാം. ആ കത്ത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരട്ടെ എന്നവര്. കാരണം ഇവരെന്ത് പ്രസിദ്ധീകരണം, എന്ത് കത്തയച്ചാലും അത് പത്രങ്ങൾക്ക് കൊടുക്കാറുണ്ട്, പബ്ലിക് ഡൊമൈനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ശീലമുള്ളവരല്ലേ. അത് അവർ വിടട്ടെ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല വേണു, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല എന്ന് ധനകാര്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞതും നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ഇവർ നിശ്ചയിക്കാത്തത്? ഇവർക്ക് ഒന്നും കിട്ടാനില്ല. നമുക്ക് വേണം ഒരു കാര്യം കൂടി ഓർക്കണം. 2016 വൈറ്റ് പേപ്പറിൽ തോമസ് ഐസക്കിന്റെ കാലഘട്ടത്തിൽ ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഒരു സാമ്പത്തിക അവലോകനം ഇവർ നടത്തിയിട്ടുണ്ട്. കേരളം എത്ര പരിതാപകരമായ അവസ്ഥയിലാണ്.
ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് 8 കൊല്ലായി. ഇവരെന്ത് നടപടി സ്വീകരിച്ചു കേരളത്തെ രക്ഷപ്പെടുത്താൻ? ശരി ഞാൻ അങ്ങനെയൊക്കെ വരാം. അല്ലല്ല, അങ്ങനെ കേരളത്തിന് നടപടി എടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള നടപടികൾ എന്തൊക്കെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് മുഖ്യമന്ത്രി നക്കമിട്ട് നിരത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങ് അത് കേട്ടിട്ടും ഉണ്ടാകുമല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം.